അമേരിക്കൻ ആധിപത്യത്തിന്റെ കോട്ടവാതിലുകൾ തകർത്ത് പുതിയൊരു ചരിത്രം കുറിക്കപ്പെടുകയാണ്. പതിറ്റാണ്ടുകളായി തങ്ങൾ മാത്രമാണ് ലോകത്തിന്റെ സാങ്കേതികവിദ്യ നിശ്ചയിക്കുന്നതെന്ന് അഹങ്കരിച്ച അമേരിക്കയ്ക്ക് ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. കാരണം കിഴക്കുനിന്ന് ഉയരുന്നത് വെറും യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലല്ല, മറിച്ച് അമേരിക്കൻ മേധാവിത്വത്തിന്റെ അന്ത്യം കുറിക്കാൻ പോകുന്ന കരുത്തുള്ള സ്വയംഭരണ ആയുധങ്ങളുടെ വിനാശകാരിയായ മുഴക്കമാണ്. ഒരു വശത്ത് യുക്രൈനിലും മറ്റ് യുദ്ധഭൂമിയിലെയും തീച്ചൂളയിൽ തങ്ങളുടെ റോബോട്ടിക് ആയുധങ്ങളെ തേച്ചുമിനിക്ക് റഷ്യ കരുത്ത് കാട്ടുമ്പോൾ, മറുവശത്ത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഉൽപാദന വേഗതയിൽ ചൈന ഡ്രോണുകളുടെയും യുദ്ധക്കപ്പലുകളുടെയും മഹാസൈന്യത്തെ തന്നെ വാർത്തെടുക്കുന്നു. വൻ പ്രഖ്യാപനങ്ങളിലും പഴയ പ്രതാപത്തിലും അമേരിക്ക അഹങ്കരിക്കുമ്പോൾ, പ്രായോഗിക യുദ്ധതന്ത്രത്തിലും വിന്യാസത്തിലും റഷ്യയും ചൈനയും ബഹുദൂരം മുന്നിലെത്തിക്കഴിഞ്ഞു. കളി മാറുകയാണ്, നിയമങ്ങൾ മാറുകയാണ്. ലോകത്തിന്റെ പുതിയ യജമാനൻ ആരാണെന്ന് റഷ്യയും ചൈനയും ഇന്ന് യുദ്ധക്കളത്തിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വെറും ഒരു മത്സരമല്ല, ഇത് ആഗോള അധികാരത്തിന്റെ സിംഹാസനത്തിലേക്കുള്ള പുതിയ വേട്ടക്കാരുടെ വരവാണ്. അടുത്ത തലമുറയിലെ ഡ്രോണുകൾ എന്താണ് ചെയ്യുക? പഴയ ഡ്രോണുകൾ പോലെ മനുഷ്യൻ നിയന്ത്രിക്കുന്ന ക്യാമറ പ്ലാറ്റ്ഫോം മാത്രമല്ലവ. പുതിയ സ്വയംഭരണ ഡ്രോണുകൾക്ക് ലക്ഷ്യങ്ങളെ സ്വയം തിരിച്ചറിയാം, ഭീഷണി വിലയിരുത്താം, ആക്രമണപാത തിരഞ്ഞെടുക്കാം, മറ്റ് ഡ്രോണുകളുമായി ആശയവിനിമയം നടത്തി കൂട്ടമായി ദൗത്യം പൂർത്തിയാക്കാം. ഒരൊറ്റ കമാൻഡിൽ നൂറുകണക്കിന് ഡ്രോണുകൾ ചേർന്ന് വ്യോമ പ്രതിരോധം തകർക്കാനും റഡാർ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കാനും കപ്പൽ സേനയെ വളയാനും ഇവയ്ക്ക് കഴിയും. യുദ്ധഭൂമിയിലെ ഈ മാറ്റം അമേരിക്കൻ പ്രതിരോധ സംവിധാനത്തെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ചൈനയുടെ ഉയർച്ചയാണ് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ തലവേദന. ലോകത്തിന്റെ നിർമ്മാണ കേന്ദ്രമെന്ന ശക്തി ഉപയോഗിച്ച് ചൈന സൈനിക സംവിധാനങ്ങൾ അതിവേഗം വികസിപ്പിക്കുന്നു. സിവിൽ മിലിറ്ററി ഫ്യൂഷൻ എന്ന നയത്തിലൂടെ സ്വകാര്യ ടെക് കമ്പനികൾ, സർവകലാശാലകൾ, സ്റ്റാർട്ടപ്പുകൾ, പ്രതിരോധ വ്യവസായങ്ങൾ എന്നിവയെല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് ചൈന കൂട്ടിച്ചേർത്തു. അതിന്റെ ഫലമാകട്ടെ പരീക്ഷണ ഘട്ടത്തിൽ നിൽക്കുന്ന ആശയങ്ങൾ വളരെ വേഗത്തിൽ യഥാർത്ഥ ആയുധങ്ങളായി മാറുന്നു. ചൈനയുടെ ഏറ്റവും കൂടുതൽ ചർച്ചയായ വ്യോമ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് ജിയൂഷ്യൻ അഥവാ ഹൈസ്കൈ ഡ്രോൺ മാതൃകപ്പൽ. ഇത് സാധാരണ ഡ്രോൺ അല്ല, ആകാശത്തിലെ ഒരു കമാൻഡ് കപ്പൽ തന്നെയാണ്. ജെറ്റ് എഞ്ചിനുകളിൽ പ്രവർത്തിക്കുന്ന ഈ വമ്പൻ UAVക്ക് ചെറുതായ കാമിക്കാസെ ഡ്രോണുകളുടെ ഒരു മുഴുവൻ സംഘം വഹിക്കാനാകും. ആവശ്യമായ സമയത്ത് ഇവയെല്ലാം വ്യത്യസ്ത ദിശകളിലേക്ക് വിടാം. ശത്രുവിന്റെ റഡാർ കേന്ദ്രം, എയർബേസ്, മിസൈൽ സൈറ്റുകൾ, കപ്പൽ സേന, കമാൻഡ് പോസ്റ്റുകൾ എന്നിവയെ ഒരേ സമയം ആക്രമിക്കാൻ ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തതാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഒരൊറ്റ ജിയൂഷ്യൻ എത്തുന്നത് ഒരു ചെറിയ വ്യോമസേന എത്തുന്നതിന് തുല്യമായ ഭീഷണിയാണ്. ഇതോടെ അവസാനിക്കുന്നില്ല. ചൈനയ്ക്ക് സമുദ്രരംഗത്തും ശക്തി വർദ്ധിപ്പിക്കാനായി ആളില്ലാ കപ്പൽ പദ്ധതികളുണ്ട്. വലിയ ശ്രദ്ധ നേടിയത് ജുഹായ് ക്ലൗഡ് എന്ന സ്വയംഭരണ ഗവേഷണ മാരിടൈം പ്ലാറ്റ്ഫോമാണ്. പുറമേ നോക്കുമ്പോൾ ഗവേഷണ കപ്പൽ പോലെ തോന്നുമെങ്കിലും വലിയ തോതിൽ സെൻസറുകൾ, സ്വയം നിയന്ത്രിത ബോട്ടുകൾ, ഡ്രോണുകൾ, അണ്ടർ വാട്ടർ വാഹനങ്ങൾ എന്നിവ ഏകോപിപ്പിക്കാൻ കഴിയുന്ന സംവിധാനമായി ഇത് വിലയിരുത്തപ്പെടുന്നു. ഭാവിയിൽ ഇത് സമുദ്ര നിരീക്ഷണം, സബ്മറൈൻ വേട്ട, കടൽ അതിർത്തി നിയന്ത്രണം, കൂട്ട ഡ്രോൺ ഓപ്പറേഷൻസ് എന്നിവയ്ക്കുള്ള മാതൃകയായി മാറാം. അമേരിക്കൻ നാവികസേനയുടെ പരമ്പരാഗത ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ ഇത്തരം സംവിധാനങ്ങൾ മതിയാകും. ഇപ്പോൾ റഷ്യയിലേക്ക് വരാം. പലപ്പോഴും സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും റഷ്യ യുദ്ധഭൂമിയിൽ നിന്നുള്ള അനുഭവം ആയുധ വികസനമായി മാറ്റിയെടുക്കുകയാണ്. യുക്രൈൻ യുദ്ധം റഷ്യയ്ക്ക് ഒരു വലിയ ടെസ്റ്റിംഗ് ലാബായി മാറി. ഓരോ ദിവസവും ഡ്രോണുകൾ പറക്കുന്നു, തകർക്കപ്പെടുന്നു, വീണ്ടും മെച്ചപ്പെടുത്തി മടങ്ങുന്നു. ഈ യഥാർത്ഥ യുദ്ധ പരിശോധന അമേരിക്കയ്ക്കില്ലാത്ത വലിയ നേട്ടം തന്നെയാണ്. റഷ്യയുടെ ലാൻസെറ്റ് ലോയിറ്ററിംഗ് മ്യൂണീഷൻ ഇതിനകം ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. ആദ്യം ലക്ഷ്യത്തിന് മുകളിൽ ചുറ്റിപ്പറന്ന് അവസരം നോക്കുന്ന ഈ ഡ്രോൺ ഇപ്പോൾ കൂടുതൽ സ്വയംഭരണ ടാർഗറ്റിംഗ് ശേഷി കൈവരിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതായത് മനുഷ്യ ഓപ്പറേറ്ററുടെ ഇടപെടൽ കുറയുന്നു. ആർട്ടിലറി സംവിധാനങ്ങൾ, റഡാറുകൾ, ടാങ്കുകൾ, സൈനിക വാഹനങ്ങൾ എന്നിവയെ വേട്ടയാടാൻ ഇത് ഫലപ്രദമാണെന്ന് യുദ്ധഭൂമിയിൽ തെളിഞ്ഞിട്ടുണ്ട്. റഷ്യ പരീക്ഷിക്കുന്ന മറ്റൊരു ശ്രദ്ധേയ ആശയം സംയോജിത റോബോട്ടിക് കൈയുള്ള മോർട്ടാർ ഡ്രോൺ സംവിധാനങ്ങളാണ്. പരമ്പരാഗത മോർട്ടാർ വെടിവെപ്പ് മനുഷ്യശ്രമം കൂടുതലുള്ള മേഖലയാണ്. എന്നാൽ സ്വയംഭരണ ഡ്രോൺ റോബോട്ടിക് ഭൂജം ഉപയോഗിച്ച് മോർട്ടാർ ഷെല്ലുകൾ കൈകാര്യം ചെയ്യുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ ഭാവിയിലെ യുദ്ധത്തിന്റെ രൂപം തന്നെ മാറ്റാം. കുറഞ്ഞ സൈനികരെ ഉപയോഗിച്ച് അപകട മേഖലയിൽ നിന്ന് അകലെയിരുന്ന് ആക്രമണം നടത്താൻ ഇത് സഹായിക്കും. റഷ്യയുടെ സമുദ്ര പദ്ധതികളും ശ്രദ്ധേയമായ പേരുണ്ട്. വിസ്കർ അഥവാ വേൾവിൻഡ് ആളില്ലാ യുദ്ധക്കപ്പൽ എന്ന ആശയം ഉയർന്ന വേഗതയിലുള്ള സ്വയംഭരണ ആക്രമണ പ്ലാറ്റ്ഫോമായി ഇതിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ചെറു മിസൈലുകൾ, നിരീക്ഷണ സെൻസറുകൾ, തീരപ്രദേശ ആക്രമണ ശേഷി എന്നിവയോടെ രീതിയിൽ വിന്യസിക്കാവുന്ന ഇത്തരം കപ്പലുകൾ വലിയ നാവികസേനകളെ പോലും ബുദ്ധിമുട്ടിലാക്കും. ചെറിയ ചെലവിൽ വലിയ നാശം സൃഷ്ടിക്കാൻ കഴിയുന്ന പുതിയ സമുദ്ര യുദ്ധതന്ത്രമാണിത്. ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്: അമേരിക്ക എവിടെയാണ്? അമേരിക്കയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ബജറ്റ് ഉണ്ട്, അത്യാധുനിക ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്, സിലിക്കൺ വാലി പോലുള്ള ടെക് കേന്ദ്രങ്ങളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ആശങ്ക?
കാരണം അമേരിക്കയുടെ പ്രശ്നം സാങ്കേതിക കുറവല്ല, സംവിധാനപരമായ മന്ദഗതിയാണ്. പതിറ്റാണ്ടുകളായി വൻ കരാറുകാരെ ആശ്രയിച്ച പ്രതിരോധ സ്വയംഭരണ സംവിധാനം പുതിയ യാഥാർത്ഥ്യത്തിന് അനുയോജ്യമല്ല. ടാങ്കുകൾ, ജെറ്റുകൾ, എയർക്രാഫ്റ്റ് കാരിയറുകൾ പോലുള്ള വില കൂടിയ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്ത സംവിധാനം ചെറുതും വേഗത്തിൽ നിർമ്മിക്കാവുന്നതുമായ AI ഡ്രോണുകളുടെ യുഗത്തിൽ പിന്നിലാകുന്നു. ഒരു ഡ്രോൺ പദ്ധതി അംഗീകരിക്കാൻ മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരുമ്പോൾ ചൈന അതേ സമയത്ത് ആയിരങ്ങൾ നിർമ്മിക്കുന്നു. റഷ്യ യുദ്ധഭൂമിയിൽ പരീക്ഷിച്ച് അടുത്ത പതിപ്പിറക്കുന്നു. അമേരിക്ക ഇപ്പോഴും ടെൻഡർ നടപടികളും ബജറ്റ് ചർച്ചകളിലും കുടുങ്ങുന്നു. ഇതാണ് അമേരിക്കയുടെ യഥാർത്ഥ ദൗർബല്യം. മറ്റൊരു വലിയ വെല്ലുവിളി ഉത്പാദന ശേഷി തന്നെയാണ്. യുദ്ധത്തിൽ മികച്ച ആയുധം മാത്രം മതി എന്നില്ല. ആയിരങ്ങൾ നഷ്ടപ്പെട്ടാൽ ആയിരങ്ങൾ കൂടി പകരം എത്തിക്കണം. ചൈനയുടെ വ്യവസായ ശേഷി ഇവിടെ നിർണായകമാണ്. വലിയ തോതിൽ ഇലക്ട്രോണിക് ബാറ്ററി, സെൻസർ, ഡ്രോൺ ഫ്രെയിം, മൈക്രോചിപ്പ് അസംബ്ലി എന്നിവയിൽ ചൈനയ്ക്ക് വലിയ മുൻതൂക്കമുണ്ട്. അമേരിക്കൻ സംവിധാനങ്ങൾ അതേ തോതിൽ വേഗത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ ഇപ്പോഴും പ്രയാസപ്പെടുന്നു. ഭാവിയിലെ യുദ്ധഭൂമി എങ്ങനെയായിരിക്കും? ആകാശത്ത് നൂറുകണക്കിന് AI ഡ്രോണുകൾ, കടലിൽ ആളില്ല സ്വാം കപ്പലുകൾ, വെള്ളത്തിനടിയിൽ സ്വയംഭരണ വേട്ടയാടുന്ന വാഹനങ്ങൾ. മനുഷ്യൻ ദൂരെയുള്ള കമാൻഡ് സെന്ററിൽ നിന്ന് തന്ത്രം മാത്രം നിർണ്ണയിക്കും. യുദ്ധം യന്ത്രങ്ങൾ തമ്മിൽ നടക്കും. ഈ ലോകത്തേക്ക് ഏറ്റവും വേഗത്തിൽ തയ്യാറെടുക്കുന്നവർക്ക് തന്നെ മേൽക്കോയ്മ ലഭിക്കും. അമേരിക്ക ഇപ്പോഴും ശക്തിയാണ്, എന്നാൽ പഴയ മഹത്വം മാത്രം ഭാവി വിജയത്തിന് ഉറപ്പ് നൽകില്ല. ചൈന അതിവേഗ നിർമ്മാണവും ഏകോപിത ദേശീയ തന്ത്രവും കൊണ്ടാണ് മുന്നേറുന്നത്. റഷ്യ യുദ്ധപരിശോധനയിലൂടെ വേഗത്തിൽ പരിണമിക്കുന്നു. അമേരിക്കയ്ക്കിനി തിരഞ്ഞെടുപ്പ് രണ്ട് മാത്രമാണ്: പഴയ ബ്യൂറോക്രസിയിൽ കുടുങ്ങി പിന്നിലാകുക, അല്ലെങ്കിൽ സമ്പൂർണ്ണ ഘടനാപരമായ പരിഷ്കാരത്തിലൂടെ പുതിയ മത്സരത്തിലേക്ക് ചാടുക. ലോകം ഇനി കാണുന്നത് വെറും ആയുധ മത്സരമല്ല, മനുഷ്യന്റെ നിയന്ത്രണത്തിൽ നിന്ന് ക്രമേണ പുറത്തേക്ക് നീങ്ങുന്ന യുദ്ധത്തിന്റെ പുതിയ കാലഘട്ടമാണ്. ആ പോരാട്ടത്തിൽ ആരാണ് ജയിക്കുക എന്നതാണ് ഇപ്പോഴും തുറന്ന ചോദ്യമായി നിലനിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്: അമേരിക്കയ്ക്കിനി എതിരാളികളെ ചെറുതായി കാണാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു.